പൂ പറിക്കാൻ പോരുന്നുണ്ടോ പോരുന്നുണ്ടോ ആദിരാവിലെ, ആരെ നിങ്ങൾക്കാവശ്യം ആവശ്യം ആദിരാവിലെ, നിന്നെ ഞങ്ങൾക്കാവശ്യം ആവശ്യം ആദിരാവിലെ. ഈ പാട്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള പാട്ടാണ് കേട്ടോ. അപ്പോൾ ഓണം വന്നപ്പോൾ, ഓണം അടുത്തടുത്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ആ നൊസ്റ്റാൾജിയൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പം ആ ഒരു റോസാപ്പൂവ് ഇവിടെ വിരിഞ്ഞിട്ടുള്ള കേട്ടോ, നാടൻ റോസാപ്പൂവാണ്. പക്ഷേ എന്ത് മണമെന്നറിയാവോ, നമ്മൾ വളമൊന്നും ഇടാണ്ട് പിടിച്ചേക്കണ ഒരു റോസാണത്. ആ മണം ഇവിടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നാച്ചുറലാണ് കേട്ടോ നമ്മുടെ മൂകാംബിക കാച്ചി എണ്ണയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ള തുളസിയോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല നാടൻ തുളസി, ഇത് കണ്ടോ, നല്ല കൃഷ്ണ തുളസി, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാടൻ തുളസി, അതുപോലെ തന്നെ ഇത് കണ്ട പനിക്കൂർക്കയുടെ ഇല, പനിക്കൂർക്ക. ഈ പനിക്കൂർക്ക കുട്ടികൾക്കൊക്കെ ഇല്ലേ ജലദോഷം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പനിക്കൂർക്കയാണ് കേട്ടോ. നമ്മുടെ സാധാരണ പനിക്കൂർക്കേനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പനിക്കൂർക്കയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മുടെ ഓയിലിൽ, നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, ഈ പൂ ഞാനെടുത്ത് കാണിച്ചതേ ഈ പൂവിൻ്റെ സുഗന്ധം പോലെ തന്നെയാണ് നമ്മുടെ, വീണ്ടും ഞാൻ പറയണത്, നമ്മുടെ ഓയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, നീ ഡൈ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ, ഞാൻ കെമിക്കൽ ഡൈ ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ മുടി അധികം നരച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മുടെ ഓയിൽ തന്നെയാണ്. അത്യാവശ്യം ഫ്രണ്ട് പോർഷൻ നല്ലോണം നരച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാനത് കെമിക്കലില്ലാത്ത ഡൈ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ സെയിൽ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് തിരക്ക് കാരണം ഞാൻ അത് ചെയ്തിട്ടില്ല. ഇനി ഓണം കഴിഞ്ഞിട്ട് എൻ്റെ ബിസിനസ്സിലോട്ട് എനിക്ക് നല്ലോണം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അതിന് ദൈവം എനിക്ക് ആരോഗ്യം തരട്ടെ എന്നാണ്. ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാനും ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാം എൻജോയ് ചെയ്യുവാണ് കേട്ടോ. എൻജോയ് ചെയ്യാണ്ട് നമുക്കൊരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ താളി എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കുറച്ച് പേര് എന്നോട് വഴക്കിട്ടിട്ടുണ്ട്. ഞാൻ മുങ്ങി നടക്കുന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ റിപ്ലൈ പോലും ഞാൻ അധികം കൊടുക്കാറില്ല. എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഞാനത് ഇത്തിരി താമസിച്ചാലും കുറച്ച് ഇനി ഒരു ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്യാൻ പോകുന്നത് താളിയാണ് കേട്ടോ. അത് കൊല്ലത്തുള്ള ഒരു മേഡം എൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം ഈ പാവം അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, അപ്പോൾ അത് ഞാൻ മാക്സിമം ഞാനത് ഇനി കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കിയിരുന്നതിനേക്കാളും ഗംഭീരമായിട്ടായിരിക്കുള്ളൂ ഞാൻ ആ മേഡത്തിനായിരിക്കുള്ളൂ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ആരെയും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്ന് 4-ാം ഓണമാണ്. എല്ലാവരും നല്ലോണം തന്നെ മനസ്സ് തുറന്ന് തന്നെ ആഹ്ലാദിക്കൂട്ടോ. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനും സങ്കടപ്പെടാനും കുറേ കാര്യങ്ങളുണ്ടാകും. പക്ഷേ അതൊന്നും ഓർത്ത് നമ്മുടെ ആരോഗ്യം കളയരുത്. ആരോഗ്യം തന്നെ പ്രധാനം. അപ്പോൾ ഇതൊക്കെയാണ് മൂകാംബിക കാച്ചി എണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള എൻ്റെ വിശേഷങ്ങൾ. ഓക്കെ.